ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. PP ദിവ്യയുടെ പ്രസംഗം ADM ജീവനൊടുക്കാൻ കാരണമായെന്നാണ് കുറ്റപത്രം. കേസിലെ ഏക പ്രതി ദിവ്യയാണെന്നും കുറ്റപത്രത്തിൽ. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് PP ദിവ്യയെന്നും കണ്ടെത്തലുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. വിവരങ്ങളുമായി വിജിത KP ചേരുന്നുണ്ട്. വിജിത, നിലവിൽ ഈ ഒരു കേസിൽ ഒരേ ഒരു പ്രതി മാത്രമുള്ള കേസാണ് ഇത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും PP ദിവ്യ തന്നെയാണ് ഈ ADM നവീൻ ബാബുവിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിലടക്കം പ്രചരിപ്പിച്ചത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറ്റെന്തെല്ലാമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? എപ്പോഴാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുക? അതിൽ സൂചിപ്പിച്ചതുപോലെ അല്പസമയത്തിനകം തന്നെ കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിൽ നവീൻ ബാബുവിനെ അപമാനിക്കാൻ PP ദിവ്യ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. അതോടൊപ്പം തന്നെ യാത്രയയപ്പ് ചടങ്ങിൽ ദിവ്യ ആസൂത്രിതമായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യവും, പ്രസംഗം ദിവ്യ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രസംഗം ആത്മഹത്യക്ക് പ്രേരണയായി എന്ന് തുടങ്ങിയ കാര്യങ്ങൾ സാധൂകരിക്കുന്നത് തന്നെയാണ് ഈ കുറ്റപത്രം. എന്തായാലും കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 3 വോളിയങ്ങളിലായി 400 പേജുകളുള്ള 82 സാക്ഷികളുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 14-നാണ് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങുണ്ടായിരുന്നതിൽ അതിൽ ദിവ്യ ക്ഷണിക്കാതെയാണ് എത്തിയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പരിപാടി നടത്തിയ സ്റ്റാഫ് കൗൺസിൽ അടക്കം ഇക്കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകളെ വിളിച്ചതും ഈ ഒരു വീഡിയോ 6 മിനിറ്റോളമുള്ള ഒരു പ്രസംഗമാണ് അവിടെ PP ദിവ്യ നടത്തിയിരുന്നത്. ഈ പ്രസംഗത്തിൽ പറഞ്ഞതും ആ ഒരു പെട്രോൾ പമ്പിന് NOC നൽകാൻ വേണ്ടി നവീൻ ബാബു NOC നൽകി എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി എന്നുള്ളൊരു കാര്യമാണ് PP ദിവ്യ ഉന്നയിച്ചത്. ആ ഒരു വീഡിയോ എടുക്കാനും ആ വീഡിയോ പ്രദർശിപ്പിക്കാനും എല്ലാം തന്നെ പ്രാദേശിക ചാനലിന് അനുമതി നൽകിയതും പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തിയതും എല്ലാം തന്നെ ഈ ദിവ്യയാണ് എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിവ്യയുടെ ഫോണിൽ നിന്ന് തന്നെ പലർക്കായി വീഡിയോ അയച്ചു കൊടുത്തു എന്നതടങ്ങുന്ന ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കുറ്റപത്രത്തിലും ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നവീൻ ബാബുവിൻ്റെ കുടുംബമാണെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു കൊലപാതകമാണ് എന്നുള്ള ഒരു കാര്യത്തിൽ നവീൻ ബാബുവിൻ്റെ അനിയനാണെങ്കിൽ പോലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം കുടുംബമെല്ലാം ഇക്കാര്യം ആരോപിച്ചിരുന്നു. എന്നാൽ ആ ഒരു കാര്യത്തിലേക്ക് ഒന്നും തന്നെ അന്വേഷണ സംഘം പോയിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു കേസിൽ വരുന്നത് ഡിജിറ്റൽ രേഖകൾ, ആ ഒരു വീഡിയോ തന്നെയാണ്. ആക്ഷേപിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള PP ദിവ്യ നടത്തിയിട്ടുള്ള പ്രസംഗം തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ തെളിവായിട്ടും എല്ലാം ഉള്ളത്. അല്ലാതെ ആത്മഹത്യ കുറിപ്പ് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു തെളിവിനെ, ഈ ഒരു ഡിജിറ്റൽ രേഖയെ അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഒരു കേസ് പോയിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഏക പ്രതിയാണ് ഈ കേസിലുള്ളത്. ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യ തന്നെയാണ് ഈ ഒരു കേസിൽ ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്. അതുല്യ.